എട്ടാം തീയതിയാണ് വരുന്ന 8-ാം തീയതിയാണ് ദിലീപ് കേസിൻ്റെ വിധി. 18-ാം തീയതിയാണ് ദിലീപിൻ്റെ പുതിയ ചിത്രമായ ബബ്ബഭ പുറത്തിറങ്ങുന്നത്. 8-ാം തീയതി വിധി വന്നു കഴിഞ്ഞാൽ ബബ്ബഭയുടെ കാര്യം ബബ്ബഭയായി മാറും. 8-ാം തീയതി വിധി പ്രഖ്യാപിക്കുമ്പോൾ ദിലീപിന് അനുകൂലമല്ല കാര്യങ്ങൾ. ദിലീപിനെതിരെ ശക്തമായ റിപ്പോർട്ടാണ് പോലീസ് അന്വേഷണ സംഘം കൊടുത്തിരിക്കുന്നത്. തെളിവുകൾ അടക്കമുള്ള റിപ്പോർട്ട്. ആ തെളിവുകൾ അടക്കമുള്ള റിപ്പോർട്ടിന്മേലാണ് കോടതിക്ക് വിധി പ്രഖ്യാപിക്കേണ്ടത്. വിധി ദിലീപിന് എതിരാണെങ്കിൽ പോലും അതിജീവിത മേൽക്കോടതിയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. അതിജീവിത വല്ലാത്തൊരു വാശിയിലാണ്. കേരളത്തിൽ ആദ്യമായി അതിജീവിത എന്ന പദപ്രയോഗം ഉണ്ടായത് ദിലീപ് കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിച്ച നടിയുടെ പേരിലാണ്. എന്തായാലും ആ നടി ശക്തമായി നിൽക്കുന്നു. മറ്റൊന്ന് ദിലീപിൻ്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരുടെ നിലപാടാണ്. മഞ്ജു വാര്യർ അന്വേഷണ സംഘത്തോട് ശക്തമായി തന്നെ ദിലീപിനെതിരെ മൊഴി കൊടുത്തു. ദിലീപിൻ്റെ തെണ്ടിത്തനങ്ങൾ, ദിലീപിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം, ദിലീപിൻ്റെ സ്വഭാവം എന്നിവയൊക്കെ മഞ്ജു വാര്യർ മൊഴിമുത്തായി തന്നെ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 8-ാം തീയതി ഗോപാലൻ ബബ്ബഭ, അതിനുശേഷം ഇറങ്ങുന്ന ബബ്ബഭ എന്ന സിനിമയും ബബ്ബഭയായി മാറും. പൊളിറ്റിക്സ് കേരള എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊളിറ്റിക്സ് കേരള ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയ പ്രസ്ഥാനമാണ്. പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ഒരു കാലത്ത് പൊളിറ്റിക്സ് കേരളയുടെ വീഡിയോകളെല്ലാം ഈ നരാധമന് എതിരായിരുന്നു. പൊളിറ്റിക്സ് കേരള ഇപ്പോൾ ഓർക്കുന്നത് ബാലചന്ദ്രകുമാറിനെയാണ്. ഈ കേസ്, തകർന്നു പോയ കേസ് പൊക്കിക്കൊണ്ടുവന്ന ബാലചന്ദ്രകുമാർ ഇപ്പോൾ ഇവിടെയില്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു, വൃക്കരോഗത്തോട് പൊരുതി. അദ്ദേഹം അവസാനമായി ഞാനുമായി സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, ഷാജിയേട്ടാ, ഈ വിധി വരുന്നതുവരെ ജീവിച്ചിരിക്കാൻ എനിക്ക് ആയുസ്സുണ്ടാകണേ എന്നാണ്. ദിലീപിൻ്റെ എല്ലാ തെണ്ടിത്തരങ്ങളും കണ്ടു വളർന്ന മനുഷ്യൻ. ദിലീപിൻ്റെ കൂടെ നിന്നിട്ട് ദിലീപ് തേയ്ക്കുകയാണെന്നറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തകർന്ന് തരിപ്പണമായി. ആ മനുഷ്യൻ ആവശ്യം ദിലീപിൻ്റെ ഡേറ്റ് ആയിരുന്നു. ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ്, പിക്ക് പോക്കറ്റ് എന്ന സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ദിലീപ് വഞ്ചിച്ചു. ആ മനുഷ്യൻ സ്വാഭാവികമായും ദിലീപിനെതിരെ തെളിവുകൾ ശേഖരിച്ച് യുദ്ധത്തിന് ഇറങ്ങി. യുദ്ധത്തിനിറങ്ങിയപ്പോൾ കേരളം കണ്ടത് നടക്കുന്ന റിപ്പോർട്ടുകൾ. പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ദിലീപ് വിഷയം നിങ്ങൾ വിട്ടോ എന്ന്. ആ ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ആവശ്യമായ ഘട്ടത്തിൽ, ആവശ്യമാകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ വരും. ലേറ്റായാലും ലേറ്റസ്റ്റായി വരും. രജനീകാന്തിൻ്റെ ബാബ എന്ന സിനിമയിൽ രജനീകാന്ത് അടിക്കുന്ന ഡയലോഗ് അനുസ്മരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ലേറ്റായാലും ലേറ്റസ്റ്റായി തന്നെ ഞങ്ങൾ വരും. 8-ാം തീയതി ദിലീപിൻ്റെ വിധി നിർണയിക്കുന്ന നിമിഷം. അതിനുശേഷമാണ് ദിലീപിൻ്റെ ബബ്ബഭ പുറത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ബബ്ബഭയുടെ നിർമ്മാതാക്കൾക്ക് നല്ല സുദിനം നേരുന്നു പൊളിറ്റിക്സ് കേരള. കാരണം ഇവനെയൊക്കെ വെച്ച് ഇപ്പോഴും സിനിമ എടുക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ്. ഇവൻ തന്നെയായിരിക്കും നിർമ്മിക്കുന്നത്, അല്ലാതെ വേറെ ആരാ ഇവൻ്റെ പടം നിർമ്മിക്കുക? സിനിമ ദിലീപിൽ നിന്ന് മാറി. സിനിമയും മലയാള സിനിമ ദിലീപിൻ്റെ വളിപ്പൻ കോമഡിയൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. എക്കോ പോലെയുള്ള ബ്രില്യൻ്റായുള്ള സിനിമകളാണ് മലയാള സിനിമ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ബ്രില്യൻ്റായ സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾക്കാണ് ഇപ്പോൾ ട്രെൻഡ്. അങ്ങനെയുള്ള സിനിമകളാണ് ഇപ്പോൾ ഹിറ്റാകുന്നത്. DS ഇറയും ലോകയും ഒക്കെ ഹിറ്റായത് പുതിയ ട്രെൻഡിനനുസരിച്ച് അവർ നീങ്ങിയത് കൊണ്ടാണ്. നമ്മുടെ ദിലീപ് എന്ന ഗോപാലകൃഷ്ണന് പുതിയ ട്രെൻഡുമായി യോജിച്ചു പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദൗർബല്യമാണ്. അദ്ദേഹത്തിൻ്റെ
വളിപ്പൻ കോമഡിയും അദ്ദേഹത്തിൻ്റെ വളിപ്പൻ നൃത്തരംഗങ്ങളും അദ്ദേഹത്തിൻ്റെ വളിപ്പൻ സെൻറ്റിമെൻസും ഒക്കെ മലയാളികൾ മറന്നു കഴിഞ്ഞു. എന്തായാലും ബബ്ബഭയാകും എന്നത് ഉറപ്പാണ്. ഇനി ദിലീപ് ഈ കേസിൽ ജയിച്ചാലും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയാലും ദിലീപിന് സിനിമാ നടൻ എന്നുള്ള രീതിയിൽ നിലനിൽക്കാൻ പ്രയാസമാണ്. ദിലീപിൻ്റെ പണത്തിൻ്റെ നെകളിപ്പ് കണ്ട് കുറെ പേർ ദിലീപിന് അനുകൂലമായി വീഡിയോ ഇറക്കുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ വീഡിയോ ഇറക്കിയ പലരും ഇപ്പോൾ ജയിലിലുമാണ്. ഉദാഹരണത്തിന് രാഹുൽ ഈശ്വർ. ദിലീപിന് വേണ്ടി കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുകയായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ ഒരു കാലത്തെ വിനോദം. ദിലീപിന് വേണ്ടി വാദിക്കുകയായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ വിനോദം. അതിന് അയാൾക്ക് ദിലീപിൽ നിന്ന് പ്രതിഫലം കിട്ടിക്കാണും. അങ്ങനെ പ്രതിഫലം കൊടുക്കുന്നുണ്ട് എന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാം. പൊളിറ്റിക്സ് കേരള വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് ഇഷ്യൂ ഏറ്റെടുത്തപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി ഞങ്ങൾ പോരാടുന്ന ദിവസം, അതിജീവിതയ്ക്ക് വേണ്ടി പോരാടാൻ ഞങ്ങൾ തീരുമാനിച്ച ദിവസം ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. ആ ഫോൺ കോളിൽ പറയുന്നത്, ദിലീപേട്ടൻ നിങ്ങളെ വന്ന് കാണും, നിങ്ങൾ ദിലീപേട്ടൻ്റെ കൂടെ നിൽക്കണം എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ അതിജീവിതയ്ക്ക് ഒപ്പമെന്ന്. അതിജീവിതയ്ക്കൊപ്പം ഞാൻ നിന്നത് കൊണ്ടാണ് ഈ ചാനൽ 2,50,000-ലധികം സബ്സ്ക്രൈബേഴ്സുമായി മുന്നോട്ട് പോകുന്നത്. അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല, വേദനിക്കുന്ന ഹൃദയങ്ങൾ എവിടെയുണ്ടോ അവിടെ പൊളിറ്റിക്സ് കേരള ഉണ്ടാകും. പ്രതികരിക്കുന്ന മനസ്സുകൾ എവിടെയുണ്ടോ അവിടെ പൊളിറ്റിക്സ് കേരള ഉണ്ടാകും. പ്രതികരിക്കാൻ, ആ മനസ്സുകൾക്ക് പ്രതികരിക്കാൻ ആവതില്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും. നാളെ ഞാനും ജയിലിൽ കിടന്നേക്കാം. നാളെ ഞാനും പീഡനങ്ങൾക്ക് വിധേയമായേക്കാം. പക്ഷേ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. പൊളിറ്റിക്സ് കേരളയിൽ ഗോപാലൻ്റെ ബബ്ബഭ ഇറങ്ങുമ്പോൾ നിങ്ങളെന്ത് മൗനിയായി ഇരിക്കുന്നു? നിങ്ങളെന്ത് ഗോപാലിനെ പറ്റി മിണ്ടുന്നില്ല? ഗോപാലൻ എന്ന് വെച്ചാൽ ദിലീപിനെ പറ്റി മിണ്ടുന്നില്ല. ഇയാളുടെ യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഇയാളെപ്പറ്റി എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊക്കെയാണ് പലരും വിളിച്ച് ചോദിക്കുന്നത്. പലരും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി വന്നിട്ടുണ്ട്. നിങ്ങളെയും ഗോപാലകൃഷ്ണൻ വിലയ്ക്ക് വാങ്ങിയോ എന്നുള്ള കമൻറ്റുകൾ വന്നപ്പോഴാണ് എനിക്ക് നൊന്തത്. പൊളിറ്റിക്സ് കേരളയെ വിലയ്ക്ക് വാങ്ങാൻ ഗോപാലകൃഷ്ണനല്ല, അയാളുടെ ആര് വിചാരിച്ചാലും അയാളുടെ സമ്മർദ്ദങ്ങൾ എത്രയുണ്ടായാലും ഞങ്ങൾ വഴങ്ങില്ല. അങ്ങനെ വഴങ്ങണമെങ്കിൽ 2001 വഴങ്ങണമായിരുന്നു. എന്താ പറയുക, വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നെയല്ലേ ഈ ചെറിയ വെള്ളിയാഴ്ച. എന്തായാലും ബബ്ബഭയാകും എന്നുള്ള ഉറപ്പ് പ്രേക്ഷകർക്ക് നൽകാൻ ഞാൻ തയ്യാറല്ല. കോടതിയാണ് വിധി പ്രഖ്യാപിക്കുന്നത്. കോടതി വിധി പ്രഖ്യാപിച്ചാലും അതിജീവിത മേൽക്കോടതിയിലേക്ക് പോകും എന്നുള്ളതും ഉറപ്പ്. ആ ഉറപ്പ് ഞാൻ നൽകുന്നു.